സംസാരിക്കുക. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ പിന്നിൽ വേറെ എന്തോ കഥകളുണ്ട്. ഞാൻ എന്താണ് കാവ്യമാധവന്റെ അമ്മ പറഞ്ഞത് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല. കാവ്യമാധവന്റെ അമ്മ പറഞ്ഞ സംശയം എന്താണ് എന്നിട്ട് ഇവളെ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ. ഓഹോ. അപ്പൊ എന്റെ ചേച്ചി നിങ്ങളെ ഹലോ, രാഹുൽ ഈശ്വർ. എല്ലാം അറിയുന്ന രാഹുൽ ഈശ്വർ എന്തിനാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. എല്ലാ കാര്യങ്ങൾക്കും പുരുഷൻ്റെ സൈഡ് പിടിക്കുന്ന രാഹുൽ ഈശ്വർ ആളുടെ വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ആരുമായിട്ടുള്ള സംസാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവ്യമാധവൻ്റെ ആദ്യത്തെ ഭർത്താവ് അവരുടെ അമ്മയുമായിട്ടുള്ള വോയിസാണ് നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്നതും ഇപ്പം തുടക്കത്തിൽ കേട്ടതും. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ കാവ്യ ദിലീപ് ബന്ധം അത് നേരത്തെ രാഹുൽ ഈശ്വറിന് അറിയാം. എന്നിട്ടും ദിലീപിൻ്റെ സൈഡ് പിടിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡബിൾ സ്റ്റാൻഡ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഡബിൾ സ്റ്റാൻഡിൻ്റെ അങ്ങേ അറ്റത്ത് വല്ല സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡാണെന്ന് പറയാം. അതാണ് ഈ ഒരു വോയിസിലൂടെ നമുക്ക് മനസ്സിലാവാൻ പോകുന്നത്. അപ്പം എങ്ങനെ പോവാം? എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ പിന്നിൽ വേറെ എന്തോ കഥകളുണ്ട്. ഞാൻ എന്താണ് കാവ്യമാധവന്റെ അമ്മ പറഞ്ഞത് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല. കാവ്യമാധവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ വ്യക്തമാക്കിയാൽ രാഹുൽ ഈശ്വർ ഈ ശാഖം ഒന്നും ചാടില്ല. രാഹുലെ, ഇത് ഞാൻ പോലീസിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും. മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആര് എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യർ അത് വിശ്വസിക്കാത്ത ഒരാളാണ്. ആ ആള് തന്റെ സുഹൃത്തായ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും തന്റെ സുഹൃത്തായ അതിജീവിത അവരോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജുവിന്റെ സംശയം. അപ്പോഴാണ് അത് വളരെ വ്യക്തമായിട്ട് പോലീസിന് അതിജീവിത മൊഴി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞ അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ച് ചോദിക്കുന്നത്. നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അതിജീവിത അച്ഛനൊക്കെ അന്നോട് വഴക്ക് പറഞ്ഞു. നീ എന്താണ്, എന്തിനാണ് നീ ഇങ്ങനെ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്നപ്പെടുന്നത്, നിനക്ക് വല്ലതും അറിയാമെങ്കിൽ നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഈ കാവ്യമാധവന്റെ ആദ്യത്തെ അമ്മയുടെ ബന്ധുവാണ് നിഷാലിന്റെ അമ്മ. അങ്ങനെ ഇവര് ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് എന്താ അറിയോ രാഹുൽ, നിങ്ങളുടെ ഭാര്യയെ നാട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും സിബി മലയിൽ സാറും കമൽ സാറും ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഈ രാഹുലിന്റെ ഭാര്യ ഈ നിഷാലിന്റെ അമ്മയോട് പോയി ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, ദീപ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എന്റെ മക്കളെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പിന്നീട് ദീപയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ദീപ നീ എന്തിനാണ് അവരോട് പോയി ഇതിങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചോ. പറഞ്ഞു, ചേച്ചി പുറത്ത് വളരെ തെറ്റായ വാർത്തകളാണ് കാവ്യമാധവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായത്. ഈ സംസാരത്തിൽ വെച്ചിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിത്രേ ഉള്ളൂ. അതായത് മഞ്ജു വാര്യറുമായിട്ട് കല്യാണത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ദിലീപും കാവ്യമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം വെച്ചിട്ട് തന്നെയാണ് കാവ്യമാധവൻ ഈ വിശാൽ എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചത്. എന്നിട്ടും ഇവരുടെ റിലേഷൻ മുന്നോട്ട് പോയി. അങ്ങനെയാണ് മഞ്ജു വാര്യർ ആ ചാറ്റ് പിടിക്കുന്നതും ഈ അതിജീവിയുടെ അടുത്ത് പോയി ചോദിക്കുന്നതും. അതിജീവിത ആദ്യം കുറേ കാര്യങ്ങളൊക്കെ പറയാതിരുന്നു. പിന്നെ അച്ഛൻ്റെ സപ്പോർട്ട് കൂടെ വന്നപ്പോൾ അതിജീവിത കാര്യങ്ങൾ പറഞ്ഞു. അത് മനസ്സിലാക്കിയ ദിലീപ് ഇവരുടെ ഒരു അമേരിക്കൻ ഷോ ഉണ്ടായിരുന്നല്ലോ, അവിടെ വെച്ചിട്ട് അതിജീവിതയുടെ അടുത്ത് ഇത് പോയി തിരുത്തി പറയണം എന്ന് പറഞ്ഞു. ആളത് പറ്റത്തില്ല എന്നും പറഞ്ഞു. അവിടെ വെച്ചിട്ട് എന്നാൽ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ദിലീപ് ഭീഷണി മുഴക്കിയിട്ടാണ് പോയത്. ഈ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ടാണ് അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആദ്യം മുതലേ ഈ കേസ് നടന്നത് മുതലേ ദിലീപിന് സംശയം പറയുന്നത്, ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. പിന്നെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മഹാന് ഈ കാര്യങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങേരപ്പോഴേ പൊട്ടിത്തെറിച്ച് ബഹളം വെച്ച് അവിടെ ഇത് ചെയ്യേണ്ട മഹാൻ അവിടെ ആന്ന് പറഞ്ഞ് മുഖ്യ മൂളിയാണ് നിൽക്കുന്നത്.
ഇനി ബ്രഹ്മാടിത്തരമല്ലയോ? സംശയം എന്താണ് ഇത് കേക്ക, ബാക്കി കേക്ക. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ. ഓഹോ. അപ്പൊ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ടെന്നാല് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയണ്ട. അത് ശരി. കാണിച്ചു. എന്നിട്ട് എന്തോ ചെയ്തെന്ന് അറിയാമോ? ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ടിൽ വരണം മോൻ കേട്ടോ. തീർച്ചയായും വരും. എന്നിട്ട് ഇത് കേക്ക. എന്നിട്ട് ഇത് മോനും 2 വാക്ക് പറയണം അതിനു വേണ്ടിയാ. എന്നിട്ട് എന്താ ചെയ്തെന്ന് അറിയാമോ? എന്റെ ചേച്ചി നാട്ടിൽ ചെന്നപ്പം ഡിറ്റക്ടീവ്സിനായിട്ട് അന്വേഷിപ്പിച്ചത് ആരാ, ഇത് എന്തുവാ, എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയെന്നൊക്കെ അന്വേഷിപ്പിച്ചു. എഴുതിയവന്മാരെ പിടിച്ചു. ഈ ആർ രാധാകൃഷ്ണൻ, യു ഹരീഷ്, കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത് കാവ്യയുടെ അമ്മ പറഞ്ഞു എന്തിനെ എന്ന് ചോദിച്ചോടനെ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞോന്ന്. എന്തിനേം ചോദിച്ചെന്നേ പറഞ്ഞു പബ്ലിക്കിന്റെ സിമ്പതി മേടിച്ചു. ഈ കാവ്യ നിശാല ബന്ധം പിരിഞ്ഞ സമയത്ത് കുറേ അലിഗേഷൻസ് ഈ നിശാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ് എന്ന് വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ വിശാൽ ഇന്ന് കല്യാണം കഴിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് ആലോചിക്കണം. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ രാഹുൽ ഈശ്വറാണ് പ്രശ്നം. ഒന്നും അറിയാത്ത രാഹുൽ ഈശ്വർ ദിലീപിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശ്വറിൻ്റെ ഡബിൾ സ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവരുടെ എല്ലാ ബന്ധങ്ങളും അറിഞ്ഞിരുന്ന ഒരു മഹാനായിരുന്നു രാഹുൽ ഈശ്വർ. എന്നിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ വന്നിട്ട് ഘോരമായിട്ട് പ്രസംഗിക്കുന്നവനാണ് ഇപ്പം നിശാലിൻ്റെ അമ്മയോട് ഈ പറയുന്നത്. ഇതിലും ചില കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ കേൾക്കണം. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ഇങ്ങയുടെ ഒരു സ്റ്റാൻഡ് എന്നുള്ളത്. കാവ്യ എന്തിനു തിരിച്ചു വന്നു, നമ്മളെ രണ്ടുപേരി മോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിച്ചത്. എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മളോട് നമുക്ക് ഇവിടെ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞ മോനെ ഞങ്ങൾ ടി വി കൂടെ കാണുന്ന ഇത് ചുമ്മാ തള്ളി കഴിവേണ്ടാമോ. എന്നിട്ട് ഞാൻ ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോണമായിരുന്നു. ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണ്. അറിഞ്ഞോ? എന്നിട്ട് അവൻ അവിടെ വാളെ പിടിച്ച് നടക്കുക. അതെ തീർച്ചയായും. ക്ഷമിക്കണം, ഒരു കാര്യം കൂടെ. ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയുടെ അമ്മയെ വിളിച്ചപ്പോ ചോദിച്ചു. ഓർക്കുന്നുണ്ടോ ആന്റി? കേട്ടല്ലോ. ഈ കല്യാണം വേണോ എന്നുള്ളത് രാഹുൽ ഈശ്വർ അങ്ങോട്ട് അവരോട് ചോദിച്ചായിരുന്നു. എന്നിട്ടും ആ നിശാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം കൂടെ തകർക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാതെ രാഹുൽ ഈശ്വർ കൂട്ടുനിന്നു എന്ന് വേണം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ. ഓക്കെ, 4 വരെ ആരുടെ കൂടെ നീ കിടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അതുപോലെ ഇതാണ് പ്രശ്നം. യവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ. കഥകൾ ഒരുപാടുണ്ട്. കാരണം ഞാന് ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കൽ. വന്നപ്പോ ആരുമില്ല, പിന്നെ ഡോർ ഗേറ്റും തുറക്കുന്നില്ല. പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം ഇവള് കല്യാണത്തിന് 3 ദിവസം മുമ്പ് മോനെ എനിക്ക് മോൻ വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? കല്യാണത്തിന് 3 ദിവസം മുമ്പ് ഈ പണ്ടാരം ചാവാൻ തുടങ്ങി ഇവള്. എന്റെ ഭഗവാനെ. അപ്പൊ അങ്ങനെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിന് എന്റെ കല്യാണം നടത്തിയാണ്. ഞങ്ങൾ എന്തോ ചെയ്യും മോനെ. എനിക്ക് മനസ്സിലായി. കാരണം ഇത് ആരെക്കാളും എനിക്ക് മനസ്സിലായി. ഞാൻ തകർന്നു പോയി വേറൊന്നുമല്ല. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന കൊച്ചു പെൺകുട്ടികളോട് ആമ്പടിക്ക ചെറുത ഇവനാണോ എന്ന് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അത് ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസ്. തീർച്ചയായും സ്ട്രെസ് ആവത്തില്ലേ അവൻ സ്ട്രെസ് ആവത്തില്ലേ? അവൻ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ കല്യാണം എടുത്തു. അതേ അവന് പറ്റിയ തെറ്റുള്ളൂ. അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ എനിക്ക് തകർന്നു. ഞാൻ പറഞ്ഞു എഴുതിയേക്കുന്നു. ഇതൊക്കെ ദിലീപിന്റെ പണിയാ. അല്ല ആന്റി, ഞാൻ വളരെ കേൾക്കും ഒരു സെക്കൻഡ്. കാരണം ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിനെ ഞാൻ കണ്ടു. ട്രിവാൻഡ്രം റിപ്പോർട്ടർ. അപ്പൊ ട്രിവാൻഡ്രം റിപ്പോർട്ട് എന്നെ കണ്ടപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു, മാഷെ എന്തൊക്കെയുണ്ട് വിഷയം എന്ന് ചോദിച്ചു. കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ കൊട്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത്. പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ അപ്പോൾ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എന്നെ കാണാൻ പറ്റിയില്ല.
പിന്നെ ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ ഒരു പ്രോഗ്രാമിന് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇരിക്കാതെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഷേ നമസ്കാരം എന്താണ് മിസ്സിൽ അറിയാവോ? ഞാൻ പറഞ്ഞ് താല്പര്യമില്ല, നിങ്ങൾ പ്രശ്നമല്ലേ, എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല, എന്റെ വെൽവിഷനായിട്ട് കാരണം വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് റൂമേഴ്സ് അറിഞ്ഞു. ഒരു സുഹൃത്തുമോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ വാക്ക് അഴുകി പോകുന്നു ഞാൻ പറഞ്ഞു. കല്യാണം വേണ്ടെന്നാണെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നോ? എന്തിനാ കല്യാണം കഴിഞ്ഞ് ആ ചെറുക്കൻ്റെ ജീവിതവും നശിപ്പിച്ച് ജീവിതവും നശിപ്പിച്ച് എന്തിനാ? എന്ത് കിട്ടി? എന്നിട്ട് കുറച്ച് സന്തോഷം കിട്ടിയോ? അതോ ഇപ്പം പിന്നെ പുതിയ ജീവിതമൊക്കെ കിട്ടി സമാധാനമായിട്ട് ജീവിക്കുകയാണല്ലോ അല്ലേ? ലേശം ഉളുപ്പ് വേണം രാഹുൽ ഈശ്വരെ കേട്ടോ. എല്ലാം അറിഞ്ഞിട്ടും ഈ ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നതുണ്ടല്ലോ, ഉളുപ്പില്ലായ്മയുടെ അങ്ങേ അറ്റം ഉണ്ടെങ്കിൽ അതാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും ഇപ്പം മീഡിയാസിൻ്റെ ഒക്കെ മുന്നിൽ വന്നിട്ട് ഘോര പ്രസംഗിക്കുന്നുണ്ടല്ലോ ഈ ഒരു കാര്യത്തിൽ. കഷ്ടടേ കഷ്ടം, അത്രേ പറയാനുള്ളത് എന്നോടൊക്കെ. എന്താ പറയണേ, മനസ്സ് സഹിക്കാൻ വയ്യ. ഞാൻ അതൊക്കെ വളരെ എഴുതിപ്പിച്ചതാണ്. ഞാൻ മ്യൂസിക് ജോഗിങ്ങിലായിരുന്നേ. അപ്പോഴ് രണ്ട് സ്ത്രീകൾ ബാക്കിൽ കൂടെ വരുന്നത്, എനിക്ക് അൺനോൺ പേഴ്സൺ, നമുക്ക് പരിചയമൊന്നുമില്ല. അവര് ബാക്കിൽ കൂടെ നടന്നൊരു അല്ല അവളുടെ കളി ഞാൻ പറയാണ്. അവര് നടന്നപ്പോ അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ. അല്ല അയ്യോ അവര് മഹാപന്നെന്ന്, ആ പെൺകുട്ടി പാവം, മനസ്സിലായില്ലേ? ഇവള് സിനിമയ്ക്ക് പുറത്ത് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി വെച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വിജയം. കേട്ടല്ലോ, ക്യാമറയ്ക്ക് പിന്നിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്, അതാണ് ഇവളുടെ വിജയം. ഈ പറഞ്ഞവനാണ് ഇപ്പം ഇവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. എടാ തനിക്ക് ഉളുപ്പുണ്ടോ? ഇത്രയും കാര്യങ്ങൾ അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ട് ഇപ്പം ചിന്താബാധം വിളിച്ച് നടക്കുന്നുണ്ട്. ഉളുപ്പില്ലായ്മയുണ്ടല്ലോ, അത് എനിക്ക് ഇത് തന്നെയാണ് ഡബിൾ സ്റ്റാൻഡ് എന്നാണോ അതോ മറ്റേ വേറൊരു സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്റർ ആണോ ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കുക, അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന പോലെ നല്ല പൈസ മേടിച്ചിട്ടാണ് ഈ ഘോര പ്രസംഗമെങ്കിൽ താനൊന്നും നന്നാവത്തില്ല. അത്രയേ ഉള്ളൂ. ശരി എന്നാൽ ഡബിൾ സ്റ്റാൻഡ് രാഹുൽ ഈശ്വരെ.